PM KS നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ദേശീയ പ്രതിരോധ നിധി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾ ലോക്സഭാ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ചട്ടപ്രകാരം അനുവദിക്കേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലോക്സഭാ സെക്രട്ടേറിയറ്റിനോട് നിർദ്ദേശിച്ചതായ വാർത്ത ഈ അടുത്ത ദിവസമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇക്കഴിഞ്ഞ ജനുവരി 30-നാണ് ഇതു സംബന്ധിച്ച നിർദ്ദേശം ലോക്സഭാ സെക്രട്ടേറിയറ്റിന് ലഭിച്ചതത്രേ. ചോദ്യങ്ങൾ ചോദിക്കുന്നത് സംബന്ധിച്ച് ചട്ടം 41 അനുസരിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രാഥമിക പരിഗണനയിൽ വരാത്തതും ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ നിയന്ത്രണത്തിൽ അല്ലാത്തതുമായ കാര്യങ്ങളെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ലെന്ന നിബന്ധന ഉന്നയിച്ചാണ് മേൽപ്പറഞ്ഞ നിധികളെ പറ്റിയുള്ള അംഗങ്ങളുടെ ചോദ്യങ്ങൾ അനുവദിക്കേണ്ടതില്ലെന്ന് PMO നിഷ്കർഷിക്കുന്നത്. മേൽപ്പറഞ്ഞ നിധികളുടെ സ്വഭാവവും അതിന് ഇന്ത്യ ഗവൺമെന്റുമായുള്ള ബന്ധവും പരിശോധിക്കും മുൻപ് പാർലമെന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ലോക്സഭാ നടപടികളിൽ ഇടപെടാനും അവയെ നിയന്ത്രിക്കാനും PMO ശ്രമിക്കുന്നത് നിയമാനുസൃതവും ധാർമ്മികവുമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആധുനിക പാർലമെന്ററി ജനാധിപത്യ ക്രമത്തിൽ നിയമനിർമ്മാണ സഭ, രാഷ്ട്രീയ നേതൃത്വം, നീതിപീഠം എന്നിവയ്ക്ക് തനതും സവിശേഷവുമായ സ്ഥാനമാണ് കൽപ്പിച്ചു നൽകിയിട്ടുള്ളത്. അവ പരസ്പര ഇടപെടൽ കൂടാതെ സ്വതന്ത്രമായും സ്വയംഭരണാധികാരങ്ങളോടുകൂടെയും പ്രവർത്തിക്കണമെന്നാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ അർത്ഥത്തിൽ PMO ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റിന് നൽകിയിട്ടുള്ള നിർദ്ദേശം നിയമനിർമ്മാണ സഭയുടെ സ്വാതന്ത്ര്യത്തിലും സ്വയംഭരണാവകാശത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കടന്നുകയറ്റമായി വിലയിരുത്തപ്പെടാനാവും. പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ സ്വതന്ത്രമായി എല്ലാ സ്വയംഭരണാവകാശത്തോടെയും പ്രവർത്തിക്കേണ്ട നിയമനിർമ്മാണ സഭയുടെ സമ്പൂർണ്ണ നിയന്ത്രണം സഭാനാഥനിൽ ലോക്സഭയിൽ സ്പീക്കർ നിക്ഷിപ്തമാണ്. ലോക്സഭയും ലോക്സഭാ സെക്രട്ടേറിയറ്റും ഗവൺമെന്റിന്റെ അഥവാ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിയന്ത്രണങ്ങൾക്കും അധികാരങ്ങൾക്കും പുറത്താണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളിൽ ഇത് അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ നിലനിന്നിരുന്ന സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അധ്യക്ഷനായിരുന്ന വിത്തൽ ഭായ് പട്ടേൽ ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ അന്നത്തെ വൈസ്രോയ് നടത്തിയിരുന്ന ഇടപെടലിനെ ശക്തമായി ചെറുക്കുകയും അദ്ദേഹത്തിന് അതിന് വഴങ്ങേണ്ടി വന്നുവെന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഭരണഘടനയുടെ 98-ാം അനുച്ഛേദം ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ സ്വയംഭരണാധികാരത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നുണ്ട്. ഇപ്പോൾ PMO നടത്തിയിരിക്കുന്ന ഇടപെടൽ ആ ഭരണഘടനാ വ്യവസ്ഥയുടെ ലംഘനവും പാർലമെന്ററി ജനാധിപത്യത്തിനെതിരെ ഒരു സ്വേച്ഛാധിപതി നടത്തുന്ന വെല്ലുവിളിയുമാണ്. പാർലമെന്റിന്റെ അന്തസ്സും സ്വാതന്ത്ര്യവും സ്വയംഭരണാധികാരവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പ്രാഥമികമായും നിക്ഷിപ്തമായിരിക്കുന്നത് സ്പീക്കറിലാണ്. ഒരു ലോക്സഭാംഗം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുന്നതോടെ അദ്ദേഹം കക്ഷി രാഷ്ട്രീയത്തിനുപരിയായി സഭയിലെ ഓരോ അംഗത്തിന്റെയും അവകാശം സംരക്ഷിക്കാൻ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്പീക്കർ തന്റെ സ്ഥാനത്തിന്റെ അന്തസ്സും നിക്ഷിപ്തതയും പരസ്യമായി ഉപേക്ഷിച്ച് ഭരണകക്ഷിയുടെ വക്താവും സ്വേച്ഛാധിപതിയായി മാറിയ പ്രധാനമന്ത്രിയുടെ വിശ്വസ്ത വിധേയനുമായി മാറിക്കഴിഞ്ഞുവെന്നത് സഭയിലെ സമകാലിക സംഭവ വികാസങ്ങൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണിത ഫലമാണ് പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ നിർബന്ധിതമായത്. PM KS അടക്കം പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള നിധികൾക്ക് ഗവൺമെന്റുമായി ബന്ധമില്ലെന്ന് സ്ഥാപിക്കാനും അതിലൂടെ നടക്കുന്ന ഭാരിച്ച പണമിടപാടുകൾ പാർലമെന്റിന്റെയും പൗരന്മാരുടെയും നിരീക്ഷണത്തിന് പുറത്താണെന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമമാണ് PMOയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ നിധികളിലേക്ക് എത്തിച്ചേരുന്ന അനേക കോടി രൂപയുടെ സംഭാവനകൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ ജനങ്ങളും കോർപ്പറേറ്റുകളും അടക്കമുള്ള സ്ഥാപനങ്ങളും മറ്റ് ഉദാരമതികളും അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെയും ആദരവിന്റെയും പ്രതിഫലനമാണ്. അങ്ങനെയെങ്കിൽ അവ സംബന്ധിച്ച കണക്കുകളും അവയുടെ സ്രോതസ്സുകളും എന്തെന്നും ഏതെന്നും അറിയാനുള്ള അവകാശം ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കുമുണ്ട്. അവ പാർലമെന്റിനോട് പോലും വെളിപ്പെടുത്താൻ വിസമ്മതിക്കുന്നത് അവയുടെ സ്രോതസ്, വിനിയോഗം എന്നിവയെ സംശയത്തിന്റെ നിഴലിലാക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയെയും തെരഞ്ഞെടുപ്പുകളെ തന്നെയും നരേന്ദ്രമോദി കേവലം പ്രഹസനമാക്കി മാറ്റിയത് തിരുത്താൻ രാജ്യത്തെ പരമോന്നത കോടതിയുടെ ഇടപെടൽ വേണ്ടിവന്നു. അപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് എന്ന ജനാധിപത്യ പ്രക്രിയയുടെ മുഖച്ഛായ തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമാക്കപ്പെട്ടു. നഗ്നമായ ആ അഴിമതി പുതിയ രൂപത്തിൽ തുടരുന്നതിന്റെ കഥകളാണ് BJPയുടെ ഖജനാവിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ശതകോടികളുടെ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അട്ടിമറി കഥകളുടെ തുടർച്ചയാണ് ഇപ്പോൾ SIRന്റെ രൂപത്തിൽ കളം നിറഞ്ഞാടുന്നത്. ആ നാണയത്തിന്റെ മറുവശമാണ് പ്രധാനമന്ത്രി നേതൃത്വം നൽകുന്ന ദുരൂഹ നിധികളും എന്ന് വേണം കരുതാൻ.